ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അടുത്ത കറി അയ്യോ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അടുത്ത് എത്താറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇന്നും ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ കേക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബട്ടർ ഒന്നും ചേർക്കുന്നില്ല. ആയിൽ കൂടി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ കേക്ക് നിങ്ങൾ റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. മിക്സിയിൽ ഇട്ടിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് വരില്ല. ബീറ്റർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. പിന്നെ ഈ കേക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ നമുക്ക് കേക്കിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പക്ഷേ കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്താലും ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണം ആ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഒരു പുകച്ചോകയോ ഉപ്പിന്റെ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ എടുക്കും. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ള കേക്ക് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. തീ എന്തോരം കുറച്ച് വെക്കാമോ അത്രയ്ക്ക് കുറച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ തീ എന്തോരം നമുക്ക് കുറച്ച് വെക്കുന്നുണ്ടെന്നുള്ളത് ഈ 3 മണിക്കൂർ എടുക്കുമ്പോൾ. പക്ഷേ ഈ കേക്ക് നമുക്ക് 1.5 മണിക്കൂർ എടുത്തിട്ടും കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 1.5 മണിക്കൂർ എടുത്തിട്ട് ബേക്ക് ചെയ്തേക്കുന്ന കേക്ക് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആ കേക്ക് കൊണ്ടിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ആ ടെക്സ്ചറിൽ ഭയങ്കര വ്യത്യാസം വരും. 1.5 മണിക്കൂർ കൊണ്ട് കേക്ക് റെഡിയാക്കി കിട്ടും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്കാണ് സ്പോഞ്ച് പോലെ ആവില്ല. സ്പോഞ്ച് പോലെ ഇരിക്കും. പക്ഷെ ആ സ്പോഞ്ചിന് ലെയർ തിരിഞ്ഞു വരില്ല. അത് 3 മണിക്കൂർ ഇരുന്നാൽ മാത്രമേ അതിന് ലെയറായിട്ട് തിരിഞ്ഞു വരുള്ളൂ. ഈ കേക്ക് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തേക്കണ ഒരു കേക്കാണത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. 3 മണിക്കൂറിന് മുമ്പ് നിങ്ങളുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ ശരിക്കുള്ള ആ സോഫ്റ്റ്നെസ് വന്നിട്ടില്ല എന്നാണ് വിചാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബീറ്ററും കൂടിയിട്ട് വേണം. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. പിന്നെ കേക്കില് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ആ പാത്രത്തിൽ ഒരു 3/4 ഭാഗത്തിൽ താണിരിക്കണം കേട്ടോ. കാരണം ഈ കേക്ക് ഒന്ന് പൊന്തി ഇങ്ങനെ വരും. അപ്പോൾ ചെറിയ പാത്രത്തിലേക്കും വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേക്കാണ്ട് പുറത്തേക്കാണ്ട് പൊന്തി ആ കേക്കിൻ്റെ നമുക്ക് ശരിക്കുള്ള ഷേപ്പൊന്നും കിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അവിടെ 3 മണിക്കൂർ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് ഒട്ടും സമയം കളയണ്ടേ നമ്മുടെ കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മുട്ട എടുത്തിട്ട് 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം. വെള്ളയിൽ ഒട്ടും മഞ്ഞ വീഴരുത് കേട്ടോ. നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. വെള്ളം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളയുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കുക. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. മൈദപ്പൊടി എന്തോരം ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് മൈദപ്പൊടിയും എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. മൈദപ്പൊടി കറക്റ്റ് അളവ് വേണ്ട. ഇതിൻ്റെ നീക്കി വെച്ചിട്ടാ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നമ്മളൊന്ന് വടിച്ചു കൊടുക്കണം. അപ്പോഴായിരിക്കും ആ കറക്റ്റ് അളവ് വരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുത്തി അമർത്തി വയ്ക്കരുത്. ജസ്റ്റ് ഇതേപോലെ കൈ കൊണ്ട് അതിന് വടിച്ചു കൊടുക്കുക. മൈദപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചേർക്കാം. കാരണം നമുക്ക് മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി നമ്മളിങ്ങനെ ടേബിൾ സ്പൂണിൽ എടുക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ച് കൊടുക്കണം കേട്ടോ. കാരണം കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് വരില്ല. ഇനി ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം.
അര ടീസ്പൂണാട്ടോ ചേർക്കുന്നത്, അര ടേബിൾ സ്പൂണല്ല ചേർക്കുന്നത്, അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണും അര ടീസ്പൂണും കോൺഫ്ലവറാണ് ചേർത്തത്. ഇനി നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞ കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, പാലും ഓയിലും കൂടിയിട്ട് അതിലേക്കാട്ടോ നമ്മൾ ചേർക്കുന്നത്. ഇത് എല്ലാം കൂടിയിട്ട് ഇതിനകത്തോണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഒരു സ്പാച്ചിലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. ഇതേപോലെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിനൊന്നും അധികം വിലയൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് നന്നായിട്ട് മിക്സായിട്ട് നല്ല ക്രീം പോലെ വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതാണ്ട് നീക്കി വയ്ക്കാം നമുക്ക്. ഇനി നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കാം. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കട്ടെ. മുട്ടയുടെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ളയിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും 250 ml മെഷറിംഗ് കപ്പിൽ അര കപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. നമ്മുടെ ചെറുനാരങ്ങയുടെ നീരിട്ടല്ലോ അത് ചേർക്കുക. അതിൽ നമുക്കൊരു ഹാൻഡ് ബീറ്റർ, ഇതിനധികം വിലയൊന്നും ഉണ്ടാവില്ല. നാട്ടിലെ വിലയൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയണവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ അടിയിൽ കമൻസിൻ്റെ അവിടെ ഇടണോട്ടെ. എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഏത് ബ്രാൻഡാണ് നല്ലത്, എന്താ വില എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. എനിക്കോണം അധികം വിലയൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇനി ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങുക, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് കൊണ്ടുവരാം. നല്ല ക്രീം പോലെ വരണം കേട്ടോ. അത് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരണ്ടേന്നുള്ളത്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ആ ബീറ്റ് ചെയ്യാൻ പോണതിന് മുമ്പ് ഈ പഞ്ചസാര ഇതിനകത്ത് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ എല്ലായിടത്തും തെറിക്കും. ഇപ്പം കണ്ട ഇതേപോലെ ഇങ്ങനെ നല്ല ക്രീമായിട്ട് വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ആ വിചാരിക്കണ പോലെ നമ്മുടെ കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതേപോലെ തന്നെ വരണം. ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മുട്ടയുടെ മഞ്ഞയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് എടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഫസ്റ്റ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫുള്ളായിട്ട് എടുത്ത് ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് ഒറ്റ സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ നീക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള മുട്ടയുടെ വെള്ളയും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടല്ലോ. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ബാക്കിയുള്ള മുട്ടയുടെ വെള്ളയിലേക്കാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സോഫ്റ്റായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒറ്റ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒറ്റ കളറായിട്ട് വരാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ക്ഷമയോട് കൂടിയിട്ട് നിന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് അങ്ങോട്ട് തിരക്ക് മാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ വരില്ല. ഇത് കാരണം ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടും പോകാണ്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സിങ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അത്രയ്ക്ക് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് പോലെ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഈ കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് അടിയിൽ നിരപ്പാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടാണ്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ കുക്കറിൻ്റെ അല്ലെങ്കിൽ പാത്രങ്ങളുടെ അടിയിലേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നത്. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉപ്പ് നന്നായിട്ട് ചൂടാക്കുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്, പുകച്ചുക വരും. തീ അങ്ങനെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ, ഈ കുക്കറിൻ്റെ അടിയിൽ നമ്മൾ ഇതേപോലെ ഒരു ബേസ് വയ്ക്കുക. ഈ ബേസിൻ്റെ മുകളിലേക്ക് വേണം കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 9 ഇഞ്ചിൻ്റെ പാനായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ സാധാരണ കേക്ക് ബേക്ക് ചെയ്യാറുള്ളത് 6 ഇഞ്ചിൻ്റെ പാനിലാണ്. പക്ഷേ ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ട് ഒഴിക്കരുത് കേട്ടോ.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ശരിക്കുള്ള സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഓയിലാണല്ലോ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട്. ഇതേപോലെ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത്രയ്ക്ക് വലിയ പാത്രം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, ഇങ്ങനത്തെ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിൽ ഒരു 3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാനുള്ളതുണ്ടാവും. ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പൊണിയിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കുക്കർ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുക്കറിൻ്റെ ഈ വിസിൽ മാത്രമേ ഞാൻ മാറ്റി വയ്ക്കണുള്ളൂ കേട്ടോ. ഈ തീ ഇവിടെ എൻ്റെ വലിയ ബർണറാണ്. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. വലിയ ബർണറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ സാധാരണ ഉള്ള ബർണറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയത്തിനേക്കാളും കുറച്ചുകൂടി കുറച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ. അപ്പോൾ ഇതേപോലെ തീ നന്നായിട്ട് കുറച്ചിട്ടാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 2.25 മണിക്കൂറായിട്ടുണ്ട്. 2.25 മണിക്കൂർ തുടങ്ങിയിട്ട് 3 മണിക്കൂർ വരെ എടുക്കും. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ കുക്കർ തുറന്നിട്ട് ഈ കുക്കറിൻ്റെ അടപ്പന്മ ഈ ആവി നിൽക്കും. കാരണം ഇത്ര നേരം നമ്മൾ ഇങ്ങനെ ടൈറ്റായിട്ട് മൂടി വയ്ക്കാണല്ലോ. അപ്പോൾ അതൊന്ന് തുറന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ 2 പ്രാവശ്യം 2.5 മണിക്കൂറാണല്ലോ ഇപ്പോൾ എടുത്തത്. അപ്പോൾ അങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ അടപ്പ് മൂടിയുമ്പോൾ അടിയിൽ വേർപ്പ് വെള്ളം ഉണ്ടാവുമല്ലോ സ്വറ്റ് ചെയ്തത്, അതൊന്ന് തുടച്ച് കളയണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്കിൻ്റെ സെൻറ്ററിൽ ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തണില്ല. എനിക്ക് സാധാരണ അങ്ങനെ കേൾക്കുമ്പോൾ അവന് കുത്തി നോക്കുമ്പോൾ ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾ കേക്ക് റെഡി ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ വെന്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമുട്ടി പിടിക്കും. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ തൊടുമ്പോൾ നല്ല പഞ്ഞീമ തൊടണ പോലെയാണ് നമുക്കിങ്ങനെ തോന്നുക. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കണില്ല. ഇവിടെ ഈ സൈഡിലൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കേക്ക് ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പുതിയ കുക്കറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാത്രം ഞാൻ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ, കളറൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കുക്കറിൻ്റെ അടിഭാഗം നോക്കിയേ, ഒട്ടും കളറ് മാറിയിട്ടില്ല. ഇതെൻ്റെ സ്റ്റീലിൻ്റെ കുക്കറാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളറ് മാറില്ല. കേക്ക് കണ്ട, കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിട്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന കേക്കാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. മെത്ത പോലെ ഇരിക്കണ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ആ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് 3 മണിക്കൂറിന് എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറിനുള്ളിൽ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കില്ലേ. അപ്പോൾ ഈ കേക്ക് നമ്മൾ അങ്ങനെ ബേക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ ഉള്ളിൽ ആ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. 1 മണിക്കൂർ കൊണ്ടും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ ആ ശരിക്കുള്ള ടെക്സ്ചറൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സൈഡിലും കൂടിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. കേക്ക് കട്ട് ചെയ്യട്ടെ. കണ്ട, കത്തി വയ്ക്കുമ്പോൾ തന്നെ കണ്ട നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണേ. ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. നമ്മൾ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഒരു സൗണ്ട് വരില്ല, അങ്ങനത്തെ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. നല്ല സ്പോഞ്ച് കേക്കാണ്. ഇതിലും നല്ല സ്പോഞ്ചായിട്ട് വേറൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ കേക്ക് പുറത്തേക്ക് എടുക്കട്ടെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്ക്. കേക്കിൻ്റെ ഉള്ളിൽ കണ്ട നല്ല സോഫ്റ്റായിട്ടല്ലേ ഇരിക്കുന്നത്, നല്ല സ്പോഞ്ച് പോലെ ഇനി ഇരിക്കുന്നത്.
ഇതിലും സോഫ്റ്റായിട്ട് നമുക്ക് ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്ക് സോഫ്റ്റായിട്ട് ഇരിക്കുന്ന കേക്കാണ് ഇത്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോഴായിരുന്നാലും സ്പോഞ്ച് കയ്യിൽ പിടിക്കണ പോലെ നമുക്ക് തോന്നാം. അപ്പം ഞാനിവിടെ 1.5 മണിക്കൂർ കൊണ്ട് ഒരു കേക്ക് വേറെ ഒരെണ്ണം ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കേക്ക് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ ആ കേക്കാട്ട് ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ട് സെൻറ്ററിൽ കുത്തി നോക്കിയപ്പോൾ കേക്ക് ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്കിൻ്റെ ഉള്ളിലെ സോഫ്റ്റ്നെസ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ട ഇതിൻ്റെ ഉള്ള ലെയറൊന്നും ശരിക്കും അങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഉണ്ടാക്കിയേക്കണ കേക്ക് കണ്ട ഇതിൻ്റെ ഉള്ളിലെ ലെയറൊക്കെ നന്നായിട്ട് തിരിഞ്ഞിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഈ കേക്ക്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3 മണിക്കൂർ എടുത്തിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് 1.5 മണിക്കൂർ കൊണ്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും കേക്ക്. നമ്മളാ വിചാരിക്കുന്ന സോഫ്റ്റ്നെസ് കിട്ടില്ല.